നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. നാം എല്ലാവരും കുറച്ച് നാളായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അസറ്റാണ് സ്വർണം എന്ന് പറയുന്നത്. സ്വർണത്തിന്റെ വില ക്രമാതീതമായിട്ട് കയറുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രത്യേകം ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങളൊക്കെ 1, 2, 3 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചൊക്കെ സ്വർണം വാങ്ങിച്ചു വെച്ചവരെ അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിച്ചവരെ ഈ ഇടയ്ക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ അവരുടെ വിഷമങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടാവും. എന്തായാലും സ്വർണം അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്, മേളിലേക്ക് പോവാണ്. സ്വർണത്തിന്റെ കൂടെ സിൽവറും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള എല്ലാ അസറ്റുകളും, ചെമ്പാണെങ്കിലും കോപ്പറാണെങ്കിലും എല്ലാം മേളിലേക്ക് പോകുന്ന സാഹചര്യം ഉള്ളത്. ഒരു ലോങ് ടേം വിഷനോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തൊരു സാധനത്തിനാണെങ്കിൽ വില കയറും എന്നതിൽ വേറെ തർക്കമൊന്നുമില്ല. ഈ സ്വർണത്തിന് മാത്രം ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. 2011-16 കാലഘട്ടങ്ങളിൽ കുറച്ച് ഇറങ്ങിയിട്ട് വന്നിരുന്നു. അതിനുശേഷം തീർച്ചയായിട്ടും അത് പിന്നീട് കയറിയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ഇനി സ്വർണത്തിന് കുറച്ച് വില കുറഞ്ഞേക്കാം, ബട്ട് അതിനേക്കാൾ ആഘാതത്തിൽ മേളിലേക്ക് കയറിപ്പോകും. ഇനി സ്വർണമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. 1 ലക്ഷം രൂപയെങ്കിലും ഒരു പവൻ എടുക്കാൻ വേണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും വേണം. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയും കൊണ്ടിട്ട് ഒരു ജ്വല്ലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് 90,000 രൂപയും കൊണ്ടാണ്. 10,000 രൂപ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTക്ക് ഒരു 3% പോകും. അവരെങ്ങനെയായാലും ഒരു പണിക്കൂലി ഒരു 5-6-7% വാങ്ങിക്കില്ലേ. അപ് ടു 20% വരെയൊക്കെ പണിക്കൂലി പല ഇതിനും ഉണ്ട്. എന്നാലും ഒരു 5-6-7% വാങ്ങിച്ചാൽ ഒരു 10% കുറഞ്ഞു. അപ്പോൾ 1 ലക്ഷമായിട്ട് പോകുന്ന നമുക്ക് 90,000 രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത്. ഇനി കുറച്ച് വർഷങ്ങൾ എടുക്കുമ്പോൾ അത് ആ 10% തീർച്ചയായിട്ടും നമുക്ക് അധികം കിട്ടും. 1 വർഷമോ 2 വർഷം കഴിയുമ്പോൾ അത് കയറി വരുമ്പോൾ നമ്മളുടെ ഈക്വലായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നാളുകൾ എടുത്താലാണ് നമുക്ക് ഇതിനകത്ത് ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ബേസിക്കലി നമ്മൾക്ക് ഈ വാല്യൂ കയറുന്നതുകൊണ്ടാണ് സ്വർണ്ണത്തിൽ ഇപ്പം നമ്മൾ നോക്കിക്കാണുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒന്നും ആ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് ധരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സ്വർണത്തിന്റെ വില കയറുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനും അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് SIP പോലെയുള്ള ഒരു പ്രൊസീജിയറാണ്. അതിന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയാം. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഈ കമ്പനികൾ, ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന പോലെ, അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഇത്തരത്തിലുള്ള കമ്പനികൾ ഫിസിക്കലായിട്ട് സ്വർണം വാങ്ങിച്ച് അവർ ലോക്കറിൽ വെക്കും. ഒരു 99.5% പ്യൂരിറ്റി ഉള്ള സ്വർണ്ണമാണ് വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് ഇതിന് ഓരോ യൂണിറ്റുകളായിട്ട്, ലൈക്ക് ഒരു ഗ്രാം 1 യൂണിറ്റ്, അങ്ങനെയുള്ള യൂണിറ്റുകളായി അതിനേക്കാൾ കുറഞ്ഞ യൂണിറ്റുകളും ഉണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ അസറ്റ് മാനേജ്മെന്റ് കമ്പനീനെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ കിടക്കും. അങ്ങനെ അത്ര യൂണിറ്റുകളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ യൂണിറ്റുകളായിട്ട് ഇപ്പോൾ 100 രൂപ ഉണ്ടോ, 500 രൂപ ഉണ്ടോ, 1000 രൂപ ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് മന്ത്ലി ഡെബിറ്റ് ആയിട്ട് പോവുകയും യൂണിറ്റുകൾ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വർണ്ണത്തിന്റെ വില കൂടിയാലും കുറഞ്ഞാലും ഒക്കെ യൂണിറ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലോങ് ടേം വിഷനിൽ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് SIPകൾ തന്നെയാണ്. അതായത് ഒരേ സമയം വലിയ രീതിയിലുള്ള റിസ്കിന്റെ ആഘാതം ഇല്ലാതെ, റിസ്ക് ഉണ്ട്, കുറച്ച് റിസ്ക് കുറഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 20 years ഒക്കെ ട്രാക്ക് റെക്കോർഡുള്ള അടിപൊളി ഫണ്ടുകളുണ്ട്. എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസിലും സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റുമാരുണ്ട്. അതേപോലെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള എക്സ്പേർട്സിന്റെ അറിവുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം, ഓർ തേർഡ് പാർട്ടി ബ്രോക്കറേജ് കമ്പനികളെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ പറഞ്ഞ ഗോൾഡ് ETF-ന്റെ ബെനിഫിറ്റും അതുപോലെ അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ സ്വർണ്ണം അല്ല ഇത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഡിജിറ്റലി നമ്മൾ ഇത് സേവ് ചെയ്തു നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു വെക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ഫിസിക്കൽ സ്വർണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10% അവിടെ നിന്ന് തന്നെ കുറയും, ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ അത് തിരിച്ചു വരാൻ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ നമ്മൾ 1 lakh ഇട്ട് കഴിഞ്ഞാൽ 1 lakh ഇൻവെസ്റ്റ്മെന്റ് അവിടെ കിടക്കും. അതിന് ഓരോ മാസം റിട്ടേൺ വരുമ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. യൂണിറ്റുകൾ കാണാൻ പറ്റും. 2, നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഗോൾഡ് കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ വെക്കണം. അതൊരു റിസ്ക് ആണ്. അതേപോലെ നമ്മൾ ഇനി കേസ് ബാങ്കിൽ കൊണ്ടുവച്ചാൽ അതും റിസ്ക് ആണ്. അവിടെ നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും ലോക്കറിന്. ഇനി അല്ല, ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ബാങ്ക് ഇതിന് മുഴുവൻ പൈസയൊന്നും നമുക്ക് തരില്ല എന്ന കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് രണ്ടും മെയിൻലി പ്രോബ്ലം ആണ്. അതിന് ഡിസ്അഡ്വാൻറ്റേജ് നേരെ തിരിച്ചു പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഫിസിക്കലി അസറ്റ് ഒന്നുകളൊന്നും ഇല്ല, സ്വർണ്ണമില്ല. നമുക്ക് സ്വർണ്ണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം തരില്ല. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിന്റെ അപ്പോഴത്തെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എമൗണ്ട് നമുക്ക് അപ്പം സ്പോട്ടിൽ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ സ്വർണ്ണത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, സ്വർണ്ണത്തിന്റെ വാല്യൂ ഇങ്ങനെ കയറുന്ന
വരുന്നത് കണ്ടിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്നവർക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ഓപ്ഷൻ ആണ് ഗോൾഡ് ETF എന്ന് പറഞ്ഞത്. ഗോൾഡ് ETFിൽ ഇനി എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാങ്ക് ഡീറ്റെയിൽസ്, സെഗ്മെന്റ് എല്ലാം സെലക്ട് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ IPV ആക്ടിവേഷൻ ഉണ്ട്, ആധാർ കാർഡിന്റെ ഒരു വെരിഫിക്കേഷൻ ആണ്, പ്ലസ് നിങ്ങളുടെ ID വെരിഫിക്കേഷൻ ഉണ്ടാവും. ഈ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ID വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്മോഡിറ്റി, കറൻസി, ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ട്രേഡിങ്ങുകൾ ചെയ്യാം. സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിക്കാം. ഓർ നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഗണത്തിൽ വരുന്നതാണ് ഈ ETFകളും. അപ്പോൾ ഈ ETFകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രോക്കറാണ്. ഞാൻ 5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ്. കേരളത്തിലുള്ള ബ്രോക്കറാണ്. മലയാളത്തിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഇതെല്ലാം ഓപ്പറേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പിന്നിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാത്തിനും സ്വർണ്ണത്തിന് ഇപ്പോൾ റിസ്ക് ഉണ്ടല്ലോ, ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് ഉണ്ട്. സ്വർണ്ണത്തിന്റെ വില ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യപ്പെടും. നമ്മളുടെ ഫിസിക്കൽ ഗോൾഡിൽ ഇപ്പോൾ സ്വർണ്ണത്തിന് 1 ലക്ഷത്തിന് സ്വർണ്ണം മേടിച്ചു, നമുക്ക് ഒറ്റയടിക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി അവിടെ കിടക്കുകയുള്ളൂ. പിന്നെ അത് കയറി വരുമ്പോഴേ നമുക്ക് ബെനിഫിറ്റ് ആവും. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ മാസം SIP കളായിട്ട് ചെയ്യുന്നതുകൊണ്ട്, ലംസമായിട്ട് വേണം ചെയ്യാം, SIP ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ മാസം പുതിയ യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ കുറഞ്ഞ വിലക്കും ഒരു യൂണിറ്റ് നിങ്ങളുടെ കയ്യിൽ പർച്ചേസ് നടക്കും എന്നാണ് ബെനിഫിറ്റ്. പിന്നീട് കയറുമ്പോൾ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ഫണ്ടുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. നമ്പർ 1 നിപ്പോണിന്റെ ഇന്ത്യ ETF ഗോൾഡ് ബീസ് ആണ്. ഇത് 101.03 ആണ് ഇപ്പോഴത്തെ ഇതിന്റെ NAV, ഒരു യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫണ്ടിൽ നിങ്ങൾക്ക് 10,000 രൂപ ലംസമായിട്ട് ഒറ്റയടിക്ക് 10,000 രൂപയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഓർ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. 10,000 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ 13.55 ആണ്. 2007 സ്റ്റാർട്ട് ചെയ്ത ഫണ്ടാണ്. അപ്പോൾ നല്ലൊരു റിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ETF. ഫണ്ട് നമ്പർ 2 UTIയുടെ ഗോൾഡ് ETF ആണ്. 23 രൂപ 11 പൈസയാണ് ഇതിന്റെ നിലവിലുള്ള ഒരു യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ മിനിമം 500 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. SIP ആയിട്ട്, മന്ത്ലി SIP ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓർ ലംസമായിട്ട് 5,000 രൂപയോ ആ ലംസത്തിന് ഒന്നിച്ച് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 1000 അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2022 അതുകൊണ്ട് തന്നെ 32.31% റിട്ടേൺസ് ഉണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നല്ല രീതിയിൽ സ്വർണ്ണം കയറി വരുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് പെർസെൻറ്റേജ് കാണിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ഫണ്ട് എന്ന് പറഞ്ഞാൽ SBIയുടെ ഗോൾഡ് ഫണ്ടാണ്. SBIയുടെ ഗോൾഡ് ഫണ്ടും 500 രൂപ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആണ്. മന്ത്ലി SIP ആയിട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. അതേപോലെ തന്നെ ലംസമായിട്ട് ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5,000 രൂപ നിങ്ങൾക്ക് ചെയ്യാം. അഡീഷണൽ ആയിട്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ 1000 രൂപ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇതും സ്റ്റാർട്ട് ചെയ്ത് 2011 9.36% റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. അടുത്ത ഫണ്ട്, നാലാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് ആക്സിസിന്റെ ഗോൾഡ് ഫണ്ടാണ്. ഈ ഒരു ഫണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു സാധാരണക്കാരന് 100 രൂപ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നവന് പോലും ചെയ്യാൻ പറ്റും. കാരണം മന്ത്ലി SIP 100 രൂപയാണ്. ലംസമായിട്ട് 100 ചെയ്യാം. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 100 അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫണ്ടാണ് ആക്സിസിന്റെ ഗോൾഡ്. ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2011 ഇത് 9.36% ഉള്ളത്. ഈ ഫണ്ടുകളെല്ലാം ഡൊമസ്റ്റിക് പ്രൈസ് ആണ്. സ്വർണ്ണത്തിന്റെ ഡൊമസ്റ്റിക് പ്രൈസിന്റെ ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് മൂവ്മെന്റ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. അടുത്ത ഫണ്ട് ക്വാണ്ടം ഗോൾഡ് സേവിങ്സ് ആണ്. ഈ ഒരു ഫണ്ടും ഏകദേശം 500 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് SIP ആയിട്ട് വരിക. ലംസമായിട്ട് ചെയ്യുന്നത് 500, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആഡ് ഓൺ ക്യാപിറ്റൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ വരും. അതേപോലെ തന്നെ ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2017 അതുകൊണ്ട് തന്നെ പെർസെന്റേജ് കുറച്ച് കൂടുതലുണ്ട്, 11% ഉള്ളത്. ഇനി ഈ ഫണ്ടുകൾക്കെല്ലാം എക്സിറ്റ് ലോഡുകൾ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചാർജുകൾ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു എക്സിറ്റ് ലോഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണം. ഈ ഫണ്ട് ഇപ്പോൾ നിങ്ങൾ 5,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, എനിക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഡീം ചെയ്യാം. ഈ ഒരു ഫണ്ടിനനുസരിച്ച്, അതായത് ആക്സിസിന്റെ ഫണ്ട് ആണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസയൊന്നും വരില്ല, ചാർജ് വരില്ല. ബട്ട് 15 ദിവസത്തിന് മുന്നേ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, നാളെ തന്നെ എനിക്ക് എക്സിറ്റ് ചെയ്യണം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% അവർ കട്ട് ചെയ്യും. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്യില്ല. ഓക്കെ, അതേപോലെ തന്നെ SBIയുടെ ഗോൾഡ് ETF-നും ഇതേപോലെ 1% 15 ദിവസത്തെ കാലാവധിയിൽ, അതേപോലെ UTIക്കും 1% ഉണ്ട് 15 ദിവസത്തെ കാലാവധിയിൽ. നിപ്പോണിന് എക്സിറ്റ് ലോഡില്ല. ഈ പറഞ്ഞ ക്വാണ്ടം ഗോൾഡ് സേവിങ്സിനും എക്സിറ്റ് ലോഡില്ല. ബാക്കി 3 ഫണ്ടുകൾക്ക് എക്സിറ്റ് ലോഡ് ഉണ്ട്. 1% ആണ്. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് വരും. 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചാർജ് കാര്യങ്ങളില്ല. സോ അടിപൊളിയായിട്ടുള്ള ഗോൾഡ് ETF-കളാണ് പറഞ്ഞു തന്ന 5 ഗോൾഡ് ETF. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ SEBI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഓരോ ബ്രോക്കേഴ്സിലും ഇതിന് സപ്പോർട്ട് ആയിട്ടുള്ള ടീം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ വേണമെങ്കിൽ അവരെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഗൂഗിളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ ബാങ്കുകളിൽ നിന്ന് വേണം ചെയ്യാം, ബ്രോക്കറിൽ നിന്ന് വേണം ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. എനിവേ, സ്വർണ്ണത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർണ്ണം നേരിട്ട് വാങ്ങിക്കാനുള്ള പണം ഇല്ലെങ്കിലും 100 രൂപ വീതമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് സ്വർണ്ണത്തിന്റെ വില കയറുന്നതനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കയറ്റാൻ നമുക്ക് സാധിക്കും. അതിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്നതിൽ തർക്കമൊന്നുമില്ല. ഇതേപോലെ തന്നെയാണ് സിൽവറിന്റെ കേസ്. അപ്പോൾ സിൽവറിന്റെ, അതായത്
വെള്ളിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണിക് സൈനിങ് ഓഫ്. ബൈ.